ഒറ്റക്കൊമ്പൻ സിനിമയുടെ നമ്മൾ കാത്തിരുന്ന അപ്ഡേറ്റ് ഓണം റിലീസിൽ ചെക്ക് വെച്ച് ഐ ആം ഗെയിം. ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം തുപ്പാക്കി, ഡ്രീം ബൈക്ക്, അനുരൂപ് PS, സാജൻ ജേക്കബ്, അയ്യപ്പൻ ദാസ്, ഇമ്മാനുവൽ ബിജു തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജോജു ജോർജ് നായകനായിട്ടെത്തിയ ഒരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് വരവ്. പ്രേക്ഷകരിൽ നിന്നും മിക്സഡ് അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ വരവ് റിലീസിനെത്തി വെറും 6 ദിവസങ്ങൾ കൊണ്ട് 12 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഒരു പോസ്റ്റർ മുഖേന കൺഫേം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വെറും തള്ളു മാത്രമാണ്. വരവിന്റെ കൃത്യമായ 6 ദിവസത്തെ കേരള കളക്ഷൻ 4,89,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി രൂപയും മാത്രമാണ്. 10 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറായ വരവ് തിയേറ്ററുകളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത് റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഐ നോബഡി എന്ന ചിത്രത്തിന്റെ ആദ്യ 13 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 7,62,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 15 കോടി രൂപയുമാണ് ഐ നോബഡിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 30 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറായ ഐ നോബഡി തിയേറ്ററുകളിൽ വലിയൊരു പരാജയമാണ് നേരിട്ടിട്ടുള്ളത്. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ദ ഒഡീസി എന്ന ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 5,54,00,000 രൂപയും ടോട്ടൽ ഇന്ത്യയിൽ നിന്നും 90 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുള്ള ഒഡീസിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 3,000 കോടി രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. നിലവിൽ മികച്ചൊരു കളക്ഷനാണ് ഒഡീസിക്ക് ലഭിച്ചു വരുന്നത്. സൂര്യയെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 47. സൂര്യയ്ക്കൊപ്പം നസ്രിയ, നസ്ലിൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൂര്യ 47-ൽ നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നാളെ സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മേ ബി ഒരു ടൈറ്റിൽ ടീസറോ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ ആവാം പുറത്തു വരിക. 120 കോടി രൂപയോളം ബഡ്ജറ്റിൽ സൂര്യയുടെ തന്നെ രഗരം കമ്പനി നിർമ്മിക്കുന്ന സൂര്യ 47 വരുന്ന ദീപാവലി റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. വരുന്ന ഓഗസ്റ്റ് 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു കന്നഡ പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് ടോക്സിക്. യഷിനൊപ്പം കിയാര അദ്വാനി, നയൻതാര, രുക്മിണി വസന്ത് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടോക്സിക്കിന്റെ സെക്കൻഡ് സിംഗിൾ സോങ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇനി അടുത്തതായി സിനിമയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ ട്രെയിലർ ആവും പുറത്തു വരിക. അതും വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി റിലീസിനെത്തുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാത്തിരിക്കാൻ വൻ ഹൈപ്പിലെത്താനിരിക്കുന്ന ടോക്സിക്കിനായി വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന ചിത്രം വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി റിലീസിനെത്താനിരിക്കുകയാണ്. ഇപ്പോഴത്തെ തുടക്കത്തിന്റെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദളപതി വിജയ് നായകനായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ജനനായകൻ സിനിമയുടെ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ കേരളത്തിൽ നിന്നും മാത്രം 3 കോടി രൂപയും ഇന്ത്യയിൽ നിന്നും ടോട്ടലായി 29 കോടി രൂപയും ലോകമെമ്പാട് നിന്നും 50 കോടി രൂപയോളവുമാണ് ജനനായകന് പ്രീസെയിൽ കളക്ഷനായി ലഭിച്ചിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ സെൻസർ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന ജനനായകന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 3 മണിക്കൂറും 3 മിനിറ്റും. നാളെ രാവിലെ 6 മണി മുതൽ കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ആരംഭിക്കുകയും ചെയ്യും. ഫഹദ് ഫാസിലിനെ നായകനാക്കി നവാഗതനായ റോയ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കരാട്ടെ ചന്ദ്രൻ. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും ചേർന്ന് നിർമ്മിക്കുന്ന കരാട്ടെ ചന്ദ്രൻ 2024 ഫെബ്രുവരി മാസം 12-ാം തീയതിയായിരുന്നു അനൗൺസ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കാൻ ലേറ്റ് ആയതിനാൽ ചിത്രീകരണം നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കരാട്ടെ ചന്ദ്രന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ബിനോയ് തോമസും S ഹരീഷും ചേർന്ന് തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ നായകനായിട്ടെത്തുമ്പോൾ ഗോകുൽ സുരേഷാണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കോട്ടയം, കുമരകം, ചേർത്തല എന്നിവിടങ്ങൾ പ്രധാന ലൊക്കേഷനാവുന്ന കരാട്ടെ ചന്ദ്രന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ തുടക്കമാവും. തമിഴിൽ നിന്നും ഉടൻ റിലീസിനെത്താനിരിക്കുന്ന ഒരു ഹൊറർ കോമഡി ത്രില്ലർ സിനിമയാണ് ഡിമോണ്ടി കോളനി 3. അരുൾനിധിയെ കേന്ദ്ര കഥാപാത്രമാക്കി അജയ് ജ്ഞാനമുത്ത് സംവിധാനം ചെയ്ത ഡിമോണ്ടി കോളനി 3 എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും അരുൾനിധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്നലെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. വരുന്ന സെപ്റ്റംബർ 10-ാം തീയതിയാണ് ഡിമോണ്ടി കോളനി 3 തിയേറ്ററുകളിലേക്ക് എത്തുക. വാഴ 2-ന് ശേഷം സോഷ്യൽ മീഡിയ താരങ്ങൾ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ. ഒരു ഹൊറർ കോമഡി ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ജൂലൈ 24-ാം തീയതി മുതൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. പണി എന്ന ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം ജോജു ജോർജ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പരിപാടി. ജോജുവിനൊപ്പം വമ്പൻ താരത്തിന്റെ ഭാഗമാകുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പള്ളിയാണ്. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന പരിപാടിയുടെ റിലീസ് അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിട്ടിരുന്നു. വരുന്ന ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്മസ് റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ജോജു ജോർജിന്റെ സംവിധാന മികവിൽ രാജീവ് രവി ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്.
പീറ്റർ പാർക്കറുടെ സിനിമാറ്റിക് ജേണിയിലെ ഏറ്റവും പുതിയ അധ്യായമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമയുടെ ഏറ്റവും പുതിയ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. പഴയ ഐതിഹാസികപരമായ മൾട്ടിവേഴ്സ് ലഹരിയിൽ നിന്നും മാറി പീറ്റർ പാർക്കറിന്റെ തികച്ചും വ്യക്തിപരമായ പോരാട്ടങ്ങളിലേക്കാണ് ഈ ഒരു ട്രെയിലർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നഗരത്തിലെ പുതിയ വെല്ലുവിളികളെ നേരിടുന്ന സ്പൈഡർമാന്റെ ആക്ഷൻ രംഗങ്ങളും മാസ് പ്രകടനങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും കോർത്തിണക്കിയാണ് ഈ ഒരു ട്രെയിലർ മൂവി ടീം ഒരുക്കിയിട്ടുള്ളതും. മാർവൽ ആരാധകർ മാസങ്ങളായി കാത്തിരിക്കുന്ന ആ ഒരു ആവേശം പൂർണ്ണമായും തിരികെ നൽകുന്ന ഈ ഒരു ട്രെയിലർ സിനിമയ്ക്കുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നുണ്ട്. വരുന്ന ജൂലൈ 31 തീയതി ചിത്രം ലോകമെമ്പാടും, ജൂലൈ 30 മുതൽ ചിത്രം ഇന്ത്യയിലും പ്രദർശനം ആരംഭിക്കും. മലയാളി സിനിമാ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ദുൽഖർ ചിത്രമാണ് ഐ ആം ഗെയിം. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ബെൽറ്റ് ജൂലൈ 28 പുറത്തു വരുമെന്നാണ് ഈ ഒരു പോസ്റ്ററിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു ടീസർ കട്ടാണ് പുറത്തു വരികയെന്നും ദുൽഖറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് വരുന്ന ജൂലൈ 28 ഈ ടീസർ പുറത്തിറക്കാൻ മൂവി ടീം പ്ലാൻ ചെയ്തതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഐ ആം ഗെയിമിന്റെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്നു. ദുൽഖറിന്റെ തന്നെ വേഫെയർ ഫിലിം കമ്പനി നിർമ്മിക്കുന്ന ഈ വമ്പൻ ആക്ഷൻ ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്യുന്നത് നഹാസ് ഹിദായത്താണ്. തിരക്കഥ സജീർ ബാബ, ഇസ്മയിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്ന് നിർവഹിക്കും. ഛായാഗ്രഹണം ജിംഷി ഖാലിദും സംഗീതം ജേക്സ് ബിജോയും എഡിറ്റിംഗ് ചമൻ ചാക്കോയും. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, കദിർ, സാൻഡി മാസ്റ്റർ, സംയുക്ത വിശ്വനാഥ്, കയാദു ലോഹർ, മിഷ്കിൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിം വരുന്ന ഓഗസ്റ്റ് 20 തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. കവിൻ, നയൻതാര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണുദേവൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ഹായ്. റൌഡി പിക്ചേഴ്സിന്റെ ബാനറിൽ വിഘ്നേഷ് ശിവൻ നിർമ്മിക്കുന്ന ഹായ് എന്ന ചിത്രത്തിൽ നിന്നും രസഗുള എന്ന് തുടങ്ങുന്ന സെക്കൻഡ് സിംഗിൾ സോങ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 14 തീയതി ഹായ് തിയേറ്ററുകളിലേക്ക് എത്തും. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ധനുഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഓം. ധനുഷിനൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയും വളരെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ സായി പല്ലവി, ശ്രീലീല, ഇന്ദ്രൻസ്, നസറുദ്ദീൻ ഷാ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. നിലവിൽ മലേഷ്യയിൽ വെച്ച് അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന ഓമിലെ മമ്മൂക്കയുടെ ഷൂട്ട് ഈ ആഴ്ചയോടുകൂടി പൂർത്തിയാവുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ചു ദിവസത്തെ ചിത്രീകരണം കൂടി പൂർത്തിയാക്കിയ ശേഷം മാത്രമാവും ഓം സിനിമ പായ്ക്കപ്പാവുക. വമ്പൻ ബഡ്ജറ്റിൽ ധനുഷിന് തന്നെ വണ്ടർബാർ ഫിലിംസ് നിർമ്മിക്കുന്ന ഓം വരുന്ന ഒക്ടോബർ 16 തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. സുരേഷ് ഗോപിയുടെ കരിയറിലെ 250ാമത് സിനിമയായി തയ്യാറാവുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ ഇനി നടക്കാനുള്ള മലേഷ്യൻ, ഹോങ്കോങ് ഷെഡ്യൂൾ ചിത്രീകരണത്തെപ്പറ്റി ചില പ്രധാന അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒറ്റക്കൊമ്പന്റെ ആദ്യഘട്ട ചിത്രീകരണം തിരുവനന്തപുരം, തൊടുപുഴ, പമ്പ, പാല, ഈരാറ്റുപേട്ട, വാഗമൺ എന്നിവിടങ്ങളിലായി ഇതിനോടകം തന്നെ മൂവി ടീം പൂർത്തീകരിച്ചിരുന്നു. ഇതിനെ തുടർന്നുള്ള ചിത്രീകരണം മലേഷ്യ, ഹോങ്കോങ് എന്നിവിടങ്ങളിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യം ഈ കഴിഞ്ഞ ജൂലൈ പകുതിയോടെ അവിടുത്തെ ചിത്രീകരണം നടക്കേണ്ടതായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല. ഇപ്പോഴിതാ വരുന്ന ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു ചിത്രീകരണം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം എന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത്ത്, ദിവ്യാപിള്ള, കബീർ ദുഹാൻ സിംഗ്, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒറ്റക്കൊമ്പൻ ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എന്നും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക.